ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടണം. ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. പക്ഷെ ദാറ്റ് വാസ് എ ബ്ലണ്ടർ മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഓരോ ടിപ്സുകളുണ്ട്. ഒക്കെ കുറഞ്ഞു വന്നു ഇവിടെ വന്നപ്പോൾ. പക്ഷെ എന്നാലും ഞാൻ ഡെസ്പായില്ല, കാരണം ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരുന്നു. കാരണം ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കും സുഖമാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നിങ്ങൾ ടൈറ്റിൽ ഓൾറെഡി കണ്ടു കാണുമല്ലോ അല്ലേ? അതായത് എന്തൊക്കെ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ആസ് എ യൂട്യൂബർ, ഞാൻ അത്ര വലിയ യൂട്യൂബർ ഒന്നും ആയിട്ടില്ലെങ്കിലും ഒരു തുടക്കക്കാരി തന്നെയാണ് ഞാനും. പിന്നെ ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടണം. ആദ്യം സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം, എന്നിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ദാറ്റ് വാസ് എ ബ്ലണ്ടർ മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. അത് ആനം മണ്ടത്തരായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 365 ഡേയ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ 365 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവാൻ പോണില്ല. അപ്പൊ ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം, വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം, ഇത്ര മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ എന്താ ബാക്ക് സൈഡിൽ എന്തൊക്കെ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരു ചാനൽ നമ്മൾ തുടങ്ങുമ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പഠിച്ചു വരുമല്ലോ, അങ്ങനെ തന്നെയാണ് ഞാനിങ്ങനെ പഠിച്ചു വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഓരോ ടിപ്സുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഷോർട്സിനെ എന്താ പറയാ ഷോർട്സ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം എന്ന് വിചാരിച്ചിട്ട് നടക്കരുത്. നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോ തന്നെ ഇട്ടാലാണ് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ 1K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമെങ്കിലും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ വാച്ച് അവർ എനിക്ക് കയറുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇടയ്ക്ക് വെച്ചിട്ടാണ് എനിക്ക് വാച്ച് അവേഴ്സ് കയറി തുടങ്ങിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു മേ ബി ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് കുറെ ഷോർട്സ് ഇട്ട കാരണമായിരിക്കുന്നു. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ 1-2 ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെയാണ് കുറച്ച് വാച്ച് അവേഴ്സ് എനിക്ക് കയറിയത്. പിന്നെ പറയാനായിട്ടുള്ള കാര്യം, നമ്മൾ ഷോർട്സ് ഇടുന്നതായാലും ലോങ് വീഡിയോ ഇടുന്നതായാലും നമ്മൾ കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ, അതായത് നമ്മൾ ഇടുന്ന വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊടുക്കില്ല. കാരണം നമ്മൾ ഇന്ന് ഇട്ടു, ചിലപ്പോൾ നാളെ ഇടില്ല, പിന്നെ മറ്റന്നാൾ ഇടും. അങ്ങനെ നമ്മൾ ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷൻ ആർക്കും കൊടുക്കില്ല. അപ്പൊ അതൊരു സെക്കൻഡ് മിസ്റ്റേക്ക് ആണ്. അത് ഞാൻ ചെയ്തത് എനിക്ക് മനസ്സിലായത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ അതായത് അബുദാബിയിൽ ഉള്ള സമയത്ത് ഞാൻ വീഡിയോസ് എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരുന്നിരുന്നു. പിന്നെ നാട്ടിൽ വെക്കേഷൻ പോയ സമയത്ത് എനിക്ക് ഇടാനായിട്ട് അധികം സമയം കിട്ടിയില്ല. ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ, വെക്കേഷൻ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല. പക്ഷെ ഇതൊന്നും യൂട്യൂബിന് മനസ്സിലാവില്ലല്ലോ. യൂട്യൂബ് അതൊന്നല്ല നോക്കണം, യൂട്യൂബിന്റെ വീഡിയോസും കിട്ടണം, ഷോർട്സും കിട്ടണം, എല്ലാം കിട്ടണം. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇടാണ്ടിരുന്നപ്പോൾ എൻ്റെ അതായത് ഞാൻ ഇടുന്ന ഷോർട്സിന്റെ വീഡിയോസ്, ലോങ് വീഡിയോസിന്റെ വ്യൂസ് ഒക്കെ കുറഞ്ഞു വന്നു ഇവിടെ വന്നപ്പോൾ. പക്ഷെ എന്നാലും ഞാൻ ഡെസ്പായില്ല, കാരണം ഞാൻ വീഡിയോസ് ഇട്ടോണ്ടേയിരുന്നു. കാരണം എനിക്ക് വേറെ നിവൃത്തിയില്ല. ഞാൻ ഇന്ന് ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ, ഡെസ്പായിട്ട് ഞാൻ ഇന്ന് ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ വ്യൂസ് ഒന്നുകൂടി കുറയുള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ ഡെയിലി വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോ ഇന്ന് വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ കൂടും. അങ്ങനെയാണ്. ഓക്കെ, പിന്നെന്ന് പറയേണ്ട കാര്യം, പിന്നെ ഉള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ ചിലവർക്ക് ഷോർട്സിൽ തന്നെ ചിലവർക്ക് വ്യൂസ് കയറിപ്പോവും.
എനിക്കൊന്നും ഷോർട്സിൽ അധികം വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ ഒരു ദിവസം തന്നെ 3 ഷോർട്സ് എങ്കിലും ഇടാറുണ്ടായിരുന്നു. ഒരു ഷോർട്സിൽ ഞാൻ ഒതുക്കാറുണ്ടായിരുന്നില്ല. ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് നാളെ ഒരെണ്ണം എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. നമുക്ക് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഷോർട്സ് എങ്കിലും ഞാൻ ഇടാറുണ്ട്. 3 ഷോർട്സ് ഇട്ടാലേ നമുക്ക് സബ് കയറി വരുള്ളൂ. നമ്മുടെ ഏത് ഷോർട്സിനാണ് നമുക്ക് വ്യൂസ് ക്ലിക്ക് ആവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ പേഴ്സണലി 3 ഷോർട്സ് ഒക്കെ ഇടാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു 1K ഒക്കെ അടിച്ചതിന് ശേഷം ഈ 3 ഷോർട്സ് ഇടുന്നതിന്റെ ഇടയിൽ ഞാൻ ഒരു ലോങ് വീഡിയോ എങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഇടാറുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ലോങ് വീഡിയോസ് ഇടാതെ ഇരിക്കരുത്. ലോങ് വീഡിയോസ് മസ്റ്റ് ആയിട്ട് ഇടണം. ഓക്കെ, നിങ്ങൾ ഷോർട്സ് ഒരെണ്ണമാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ലോങ് വീഡിയോ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും നമ്മൾ ഇടണം. കാരണം ലോങ് വീഡിയോസിനാണ് നമ്മുടെ വാച്ച് അവർ കയറി വരുന്നത്. ഓക്കെ, ഇതാണ് 2ാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞു തന്നത്. 3ാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എൻ്റെ തന്നെ ഒരു മിസ്റ്റേക്കാണ്. അപ്പൊ എൻ്റെ മിസ്റ്റേക്കിലൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഓക്കെ, 3rd മിസ്റ്റേക്ക് ഈസ് കോപ്പിറൈറ്റ്. ഈ കോപ്പിറൈറ്റ് എന്താണെന്ന് തന്നെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഇവരെന്ത് ഈ കോപ്പിറൈറ്റിന് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് തന്നെ എനിക്കിപ്പോഴാണ് കറക്റ്റ് ഓരോ കാര്യങ്ങൾ മനസ്സിലായി വരുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്താണ് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്നുള്ള സംഭവം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് VN അല്ലെങ്കിൽ ഇൻഷോട്ട്, ഈ 2 ആപ്പ് വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത്. ഇപ്പോഴും VN വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചില സമയത്ത് VN-ൽ തന്നെ നമുക്ക് മ്യൂസിക്കിന്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു മ്യൂസിക് മാത്രമാണ് നമുക്ക് യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇല്ലാത്തേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു കോപ്പിറൈറ്റ് ഉള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ മീൻസ് മ്യൂസിക് വേറെ ചേഞ്ച് ചെയ്ത് ഇടാമല്ലോ എന്ന് ഓർത്തിട്ട് മ്യൂസിക് ചേഞ്ച് ചെയ്തിട്ട് ഇട്ടതാണ്. പക്ഷെ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. ഓക്കെ, അപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പാനിക്കായി. എനിക്ക് എന്ത് ചെയ്യണം, അയ്യോ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു, എൻ്റെ ചാനൽ ക്ലോസ് ആയി പോകുമല്ലോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അൺലിസ്റ്റഡ് ആക്കിയിട്ട് തന്നെ ഞാൻ വെച്ചിരുന്നത്, ഞാൻ പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അൺലിസ്റ്റഡ് തന്നെ വന്നപ്പോൾ നമുക്ക് എന്താ പറയാ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് വരും, നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് തന്നെ നമുക്ക് മ്യൂസിക്കിന്റെ ഓപ്ഷൻസ് തരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ തൊട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ YT സ്റ്റുഡിയോന്റെ പേജിൽ പോയിട്ട് അവിടെ മ്യൂസിക്കിന്റെ ഓപ്ഷൻ കാണാം. ഓക്കെ, ക്രോമിൽ, അതായത് നമ്മുടെ ക്രോമിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അവിടെ ഏറ്റവും താഴെ മ്യൂസിക്കിന്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ നിന്നാണ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നത്. അതായത് VN-ൽ തന്നെ നമ്മൾ മ്യൂസിക്കിന്റെ, അതായത് മൈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഞാൻ ആഡ് ചെയ്യലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരില്ല, ധൈര്യമായിട്ട് നമുക്ക് ഇടാം. പിന്നെ 4ാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇൻ കേസ് നമ്മൾ ഇഫ് യു ആർ ഇൻ എ റെസ്റ്റോറൻറ്റ് ഓർ സംവെയർ എൽസ്, ഓക്കെ, അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു സിനിമ പാട്ട് നമ്മൾ കേൾക്കുകയാണ്, നമ്മുടെ വ്ളോഗിന്റെ ഇടയിൽ നമ്മൾ കേൾക്കുകയാണ്. അപ്പൊ അതേ വീഡിയോ തന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പാട്ടും കൂടിയിട്ട് നമ്മൾ ആഡ് മീൻസ് അതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. ഓക്കെ, അത് എനിക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് വന്ന കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആവാം ഇതൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അതിൽ നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിക്, അതായത് ഞാൻ ഇപ്പോൾ ഇൻ കേസ് ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴാണ് എനിക്ക് ആ ഒരു മ്യൂസിക്, ആ ഒരു സിനിമ പാട്ട് അതിൽ വന്നത്. അപ്പൊ ആ ഒരു സിനിമ പാട്ടിന്റെ എല്ലാം A to Z കാര്യങ്ങളും യൂട്യൂബ് നമുക്ക് നോട്ടിഫിക്കേഷൻ, ഇന്ന ആള് പാടിയതാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പൊ അപ്പോഴും ഞാൻ പറയുന്നത് പാനിക് ആവരുത്. ഇപ്പോൾ കുറെ ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഒരു ഭാഗം തന്നെ അതായത് കട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികം പാനിക് ആവണ്ട. പക്ഷെ ഞാനൊക്കെ ഭയങ്കര പാനിക് ആയിരുന്നു, കാരണം ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ ഒരു ടിപ്പ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്, എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്.
അതുവരേക്കും എൻ്റെ അതായത് ഞാൻ ഈ പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. ആൻഡ് ബി സപ്പോർട്ടീവ്. എനിക്ക് സപ്പോർട്ട് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.